സ്ഫോടന കേസുകളിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ പോലീസ് പാലിച്ചില്ലെന്ന് ADGPയുടെ സർക്കുലറിൽ വിമർശനം. അന്വേഷണത്തിൽ കേരള പോലീസിന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യപ്പെട്ടുവെന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ സർക്കുലർ വിമർശിക്കുന്നു. പാനൂർ മണ്ണന്തല സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ ADGPയുടെ നിർദ്ദേശം. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഒരാളുടെ മരണത്തിന് കാരണമായി മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഉഗ്രസ്ഫോടനം നടന്ന പാനൂരിൽ ആ ഗൗരവത്തിലുള്ള ഒരു പരിശോധന നടന്നില്ലെന്ന് കോൺഗ്രസ് നേരത്തെ ആരോപണം ഉന്നയിച്ചതാണ്. ആ ആരോപണങ്ങളൊക്കെ ശരിവെക്കുകയാണോ ADGPയുടെ സർക്കുലറിലെ പരാമർശം? ഗോകുലെ, സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് സ്ഫോടന സംഭവങ്ങൾ ഉണ്ടായി. അത് രണ്ടും ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത് നടക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിന്റെ രൂക്ഷ വിമർശനം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്ഫോടന കേസുകളിലെ അന്വേഷണത്തിൽ കേരള പോലീസിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെട്ടു. ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിലയിലുള്ള ഇറക്കിയ ഉത്തരവിലാണ് അദ്ദേഹത്തിന്റെ ഈ വിമർശനമുള്ളത്. സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ പ്രോട്ടോകോൾ പാലിച്ചില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോളാണ് പാലിക്കാതിരുന്നത്. പ്രോട്ടോകോളിൽ നിന്നുള്ള വ്യതിയാനം തെളിവ് ശേഖരണത്തിൽ പോലും തടസ്സങ്ങൾ ഉണ്ടാക്കി. വേണമെങ്കിൽ NST സേവനം ആവശ്യപ്പെടാം. പൊതുജന സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്നും വിമർശനം അത് ലോ ആൻഡ് ഓർഡർ ADGP ഉന്നയിക്കുന്നുണ്ട്. ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് മാനസിക പിന്തുണ നൽകണമെന്നും അതിനാവശ്യമായ പിന്തുണ പോലീസ് ഉറപ്പാക്കണമെന്നും എല്ലാൻഡോ ADGPയുടെ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഈ രണ്ട് സംഭവങ്ങൾ, പ്രത്യേകിച്ച് പാറ്റൂർ അതേപോലെ തന്നെ മണ്ണന്തല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപക പരിശോധന നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻപ് ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസുകളിൽപ്പെട്ടവരെ നിരീക്ഷിക്കണം. ബോംബ് നിർമ്മിക്കാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളിൽ വ്യാപകമായി പരിശോധന നടത്തണമെന്നും ജില്ലാ പോലീസ് മേധാവിമാർക്ക് എല്ലാൻഡോ ലോ ആൻഡ് ഓർഡർ ADGP ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഗോകുൽ. ശരി, ഷഫീദ് റാവുത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.